നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല. ഈ നമ്മളെ സുധിയില്ല, രേണു സുധിയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ കൂട്ടരെ. അവരെ ഒരു കഴിവ് തന്നെയാണ് അവർ ഉയർന്നു വരാൻ കാര്യം. നല്ല കഠിനാധ്വാനവും അവരെ ആ ഒരു മനസ്സ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചില വീഡിയോ ഞാൻ കണ്ടു, ഇവർക്ക് ദാനം ഗിഫ്റ്റ് കൊടുത്ത വീടും വസ്തുവൊക്കെ അവർ തിരിച്ച് എഴുതി വാങ്ങാൻ പോകുന്നു. അതൊക്കെ വളരെ മോശമായ കാര്യമല്ലേ കൂട്ടുകാരെ? ഒരു വ്യക്തിക്ക് നമ്മൾ ദാനം കൊടുത്ത കാര്യം അവരെ ഹാർഡ് വർക്കും എഫേർട്ടും കൊണ്ട് തന്നെയാണ് രേണു സുധി എന്ന് പറഞ്ഞ ആ ലേഡി ഉയർന്നു വന്നത്. സുധീരെ ഐഡൻറ്റിറ്റി ഉണ്ട്, ഓക്കെ. അപ്പോൾ ഇവരെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ സുധി എന്നൊരാൾ മരണപ്പെട്ടു. അപ്പോൾ ഉള്ള കാലം ഈ സുധിയെ ഓർത്ത് ഇവർ വീട്ടിൽ കഴിയണമെന്നാണോ ഈ ദാനം കൊടുത്തവരൊക്കെ ആഗ്രഹം? മനുഷ്യരല്ലേ, അവർക്ക് ജീവിച്ചു പോണ്ടേ? അവരെ ട്രോളി ഒരുപാട് ഭയങ്കര വലിയ വലിയ വീട്ടിലെ കൊച്ചമ്മമാരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിനുള്ള കഴിവുണ്ടോ? ഒന്നുമില്ല. ഈ രേണു സുധിയുടെ വീഡിയോ വച്ചിട്ടാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്. സ്വന്തമായിട്ട് കണ്ടൻറ് ഉണ്ടാക്കി ചെയ്യും. ഒരുത്തനെ ദ്രോഹിച്ച് പെഴുവഴിയിലാക്കിയിട്ട് എന്തിനാണ് നിങ്ങൾക്ക് റീച്ച് കൂടി പൈസ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് മൊത്തം ഹോസ്പിറ്റലിൽ കൊടുക്കാനേ തികയുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് വൈറലാവാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. രേണു സുധി എന്ന് എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയില്ല. ഞാൻ അവരെ റീൽസും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. ഒരുപാട് പേര് അവരെ സഹായിച്ചു. ഈ സഹായിച്ചവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര കണ്ണിടി എന്നാണ് തോന്നുന്നത്. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട് വരുമ്പം ഒരു സാധാരണ ഒരു സ്ത്രീ, സുധിയുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, ആ ബിഗ് ബോസിൽ വരെ അവർക്ക് എത്താൻ സാധിച്ചു. അത് സാധാരണ ഈ ഇവരെ ട്രോളി ഇടുന്നവർക്കൊക്കെ അത് സാധിക്കുമോ? ഇല്ല. വെറുതെ ഒരു മനുഷ്യനെ അവരെ കഴിവ് തന്നെയാണ്. അത് ഞാൻ 100% പറയാം. ഒരു വ്യക്തി സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വരുമ്പം ഈ കുശുമ്പൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പണ്ടുള്ളവർ പറയും പോലെ ഈ കഷണ്ടിക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയും പോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിപ്പം ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോളി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവർ ഉയരേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഈ വീടും കാര്യങ്ങളൊക്കെ ഇവർ ദാനം ചെയ്യാൻ പോയത്? ഉള്ള കാലം ഈ വെള്ള സാരി ഉടുത്തിട്ട് അവർ വീട്ടിൽ ഇരിക്കുമെന്ന് വിചാരിച്ചാൽ അവരെ കഴിവ് തന്നെയാണ്. മനുഷ്യനായിട്ട് ഒരു ജന്മമുണ്ട്. രേണു സുധിക്ക് എൻ്റെ ഫുൾ സപ്പോർട്ട്. അവരെ കഴിവ് തന്നെയാണ്. നമ്മൾ കഴിവ് അംഗീകരിച്ചേ പറ്റൂ. ഇത് എന്നെ സംബന്ധിച്ചുള്ള വിഷയമൊന്നുമല്ല, പക്ഷേ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയതാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊക്കെ ഒരാളെ നശിപ്പിക്കുക എളുപ്പമെന്നേ. ആരെ രക്ഷപ്പെടുത്തുക? ആരെങ്കിലും രക്ഷപ്പെടുത്തിയ ചരിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മനുഷ്യന്മാർ ബന്ധുക്കൾ അയ്യോ ഒന്നുമില്ല. നമ്മൾ സ്വന്തം എഫേർട്ടിൽ രക്ഷപ്പെടുമ്പം അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. ഒരുത്തിനെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഒരുത്തിനെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ വലിയ പാടാണ്. ആരും ദ്രോഹിക്കല്. നല്ല ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ വൈറലാവുക. കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി. പാവപ്പെട്ട KSRTC പേരദോഷം ഉണ്ടാക്കി വീഡിയോയും പിടിച്ച്. ഇതൊക്കെ ശാപം കിട്ടും. നിങ്ങളെ തലമുറയല്ല, 5-6 തലമുറ പോയാലും ഈ ശാപം പിന്തുടരും. ഓക്കെ കൂട്ടുകാരെ, താങ്ക് യു.